ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ജ്വല്ലറിക്കാരൻ പറഞ്ഞ കാര്യം തന്നെ അഞ്ജലിയുടെ മനസ്സിലേക്ക് പോവാട്ടോ. ശ്യാം ഇവിടെ നിന്ന് ഒരു മോതിരം മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ ആലോചിച്ചിട്ട് നമ്മുടെ അഞ്ജലി അങ്ങനെ അപ്സെറ്റ് ആയിട്ട് നിൽക്കണം. എന്നാലും എന്തായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ശ്യാമേട്ടൻ എന്നോട് നുണ പറഞ്ഞതാണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മുടെ ലാവണ്യയും ശ്രുതിയും വരുന്നുണ്ട്. അഞ്ജലി ചേച്ചി ഈ സാരി എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കുവാണ്. പെട്ടെന്നാണ് നമ്മുടെ അഞ്ജലിക്ക് ഒരു ഫോൺ വരുന്നത്. അപ്പം അഞ്ജലി ഫോണിൽ സംസാരിക്കുമ്പോഴേക്കും മുത്തശ്ശിയാണ്. മോളെ അഞ്ജലി, അത് പാചകക്കാരി വന്നിട്ടുണ്ട്, എത്ര ഓർഡറാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ. ഞാൻ വരാം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് അഞ്ജലി. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അഞ്ജലി മേഡം എവിടെയെങ്കിലും പോകുവാണോ? അതെ, ഞാൻ വീട്ടിലേക്ക് പോവാം, പാചകക്കാരി വന്നിട്ടുണ്ട്, അപ്പം അതിൻ്റെ ഓർഡറും അതുപോലെ തന്നെ സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. അയ്യോ മേഡം, അതിന് മേഡം ബുദ്ധിമുട്ടുണ്ട, ഞാൻ പോയിക്കോളാം എന്ന് ശ്രുതി പറയുമ്പോൾ അഞ്ജലി പറയണ്ടേ, വേണ്ട, അതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം ശ്രുതി, നീ ഇവരുടെ കൂടെ നിൽക്കുമെന്ന് പറയുവാണ്. കാരണം അഞ്ജലിക്ക് സമാധാനം ഇല്ല അവിടെ നിന്നിട്ട്. അതുകൊണ്ട് അഞ്ജലിക്ക് എങ്ങനെ വീട്ടിൽ പോകണമെന്നായിരുന്നു കേട്ടോ. അങ്ങനെ അഞ്ജലി അശ്വിൻ പറഞ്ഞ, ചേച്ചി ഞാൻ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ വേണ്ട, നീ താഴ്ത്തുന്നത്, എനിക്ക് വല്ല യൂബർ ബുക്ക് ചെയ്ത് തന്നാൽ മതി, ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുക കേട്ടോ. വീട്ടിൽ പോയ അഞ്ജലിക്ക് ഒരു സമാധാനമില്ല, ആകെ വിഷമിച്ചിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സ്വീറ്റ്സ് അത്രയും വേണം, സ്വീറ്റ്സ് ഇത് മതിയല്ലോ അല്ലേ മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ മനോരമ ചോദിക്കുന്നുണ്ട്, എൻ്റെ അഞ്ജലി ബേബി, നിനക്കിത് എന്ത് പറ്റി? സ്വീറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് തീർത്താണല്ലോ, ഇതിപ്പോൾ കറികളുടെ കാര്യമോ പറയണത്, നീ സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം പറയണത്, നിനക്കിത് എന്ത് സംഭവിച്ചു? നിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ആൻറ്റി എന്ന് പറയാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ അഞ്ജലി, എന്തു പറ്റി? ഒന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി വേഗം തന്നെ ശ്യാമിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. ശ്യാം വക്കീൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഇല്ല, ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ലെന്ന് പറയാണ്. അതും കൂടി കേൾക്കുമ്പോഴേക്കും അഞ്ജലിക്ക് കുറച്ചുകൂടി സംശയം അങ്ങനെ കൂടുവാട്ടോ. ആ സമയത്ത് മനോരമ മുത്തശ്ശിയെടുത്ത് പറയണ്ട, ആ അമ്മേ, ഇത് വേറൊന്നുമല്ല, ശ്യാമോനെ വിളിച്ചിട്ടുണ്ടാവില്ല ഇത്രയും നേരമായിട്ട്, അതിൻ്റെ ടെൻഷനായിരിക്കും അഞ്ജലി ബേബിക്ക്, അല്ലേ ബേബി എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി ചിരിച്ചുകൊണ്ട് അങ്ങനെ തലയാട്ടുന്നുണ്ടെങ്കിലും അഞ്ജലിക്ക് ഭയങ്കര സംശയമായി തുടങ്ങും കേട്ടോ. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റൈലിലാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് ഓടി വരുവാണ് ലാവണ്യ. ശ്രുതി, നീ ഈ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കിയേ. ഞാനോ? അതിന് മേഡത്തിന് എൻഗേജ്മെന്റ് അല്ലേ, ഞാനിതിനെ ഈ ഡ്രസ്സ് ഇടുന്നത്. അതെ, നിന്റെ കല്യാണം അടുത്തിങ്ങോട്ട് വന്നല്ലോ, നീ ഒന്ന് ഡ്രസ്സ് ഇട്ട് നോക്കിയേ, ഞാൻ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്ത ഡ്രസ്സാ, ഒന്ന് ഇട്ട് നോക്ക്, ഈ കളർ നിനക്ക് നന്നായിട്ട് ചേരും, ഇട് എന്ന് പറയാണ്. അയ്യോ എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാവണ്യ നിർബന്ധിക്കുകയാണ്, ഇടെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അങ്ങനെ ശ്രുതിനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ലാവണ്യ തന്നെ നിർബന്ധിച്ച് കയറ്റിയിട്ട് ആ ഡ്രസ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും ശ്രുതി നമ്മുടെ കണ്ണാടിയിലൊന്നും നോക്കിയിട്ടില്ല, എന്തിനാ ലാവണ്യ മേഡം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നൊക്കെ പറയാണ്. നീ ഇട് ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ കൊണ്ട് ഇടിപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ അശ്വിൻ ഒരു മൂലക്ക് മാറി നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ലാവണ്യ പറഞ്ഞിട്ട്, ഹായ് വാവ്, സൂപ്പർ ആയിട്ടുണ്ട് ശ്രുതി, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാവോ ഈ ഡ്രസ്സിൽ, നീ ഒന്ന് കണ്ണാടി നോക്കിക്കേ എന്ന് പറയാണ്. അപ്പോഴാണ് തിരിയുമ്പോഴാണ് നമ്മുടെ ശ്രുതി കണ്ണാടിയിലേക്ക് നോക്കുന്നത് കേട്ടോ. ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ആ ഡ്രസ്സ്, കാരണം ആ ഡ്രസ്സിൽ ശ്രുതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അശ്വിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ അശ്വിൻ്റെ മനസ്സിലെ ഈഗോ അതിനെ സമ്മതിക്കുന്നില്ല. ലാവണ്യ അവിടെ ഇല്ലാത്ത സമയത്ത് അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയുടെ അടുത്തേക്ക് പോയിട്ട് ആ ഡ്രസ്സിൻ്റെ, അതായത് ലാച്ചയുടെ ലെഹങ്കയുടെ ഷോൾ ഉണ്ടല്ലോ, ആ ഷോളിൽ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അതിൽ പ്രൈസ് ടാഗ് ഉണ്ടാകും. ആ പ്രൈസ് ടാഗ് നോക്കുമ്പോഴേക്കും 34,999 രൂപ ആ ഡ്രസ്സിൻ്റെ വില. അപ്പോഴേക്കും അശ്വിൻ പറഞ്ഞിട്ട്, 34,999 രൂപ, അപ്പം 37 രൂപ. നിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഒരിക്കലും ഈ ഡ്രസ്സൊന്നും നിനക്ക് വാങ്ങിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഒരുപാട് ആഗ്രഹിച്ച ഡ്രസ്സല്ലേ, നീ ഇതെടുത്തോ, നീ എന്നെ ലാവണ്യനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതല്ലേ, ഇതിനങ്ങടെ ഗിഫ്റ്റ് ആയിട്ട് നീ കൂട്ടണ്ട, വെറും ടിപ്പായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നും കേട്ടോ. നിനക്ക് ഈ ജന്മത്തിൽ ഇത്രയും വിലയുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല, നിന്നെ കെട്ടാൻ പോകുന്ന ആൾക്കും മേടിച്ച് തരാൻ പറ്റുമെന്നില്ലെന്ന് പറഞ്ഞിട്ട് പുച്ഛത്തോടെ ചിരിക്കുകയാണ് അശ്വിൻ. ആ സമയത്ത് ശ്രുതി പറയണ്ട്, എനിക്ക് ഈ ഡ്രസ്സിൻ്റെ ഒരു ആവശ്യമില്ല സർ, എനിക്ക് ഈ ഡ്രസ്സ് ഇനി വേണ്ട എന്ന് പറയാട്ടോ. അതിനുശേഷം ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുവാണ്. ശ്രുതി ഒരു മൂലക്കിരുന്ന് മാറി ഇരുന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചിങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ അശ്വിൻ പിന്നീട് കാണുന്നുണ്ട്. അശ്വിൻ അങ്ങോട്ട് പോകാൻ പോകുമ്പോൾ നോക്കുമ്പോൾ കണ്ണാടി കൂടി നോക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് മാറി നിന്ന് കരയുവാണ്. അപ്പോഴാണ് അശ്വിന് തോന്നുന്നത്, എനിക്ക് അവളോട് അത്രയൊന്നും പറയേണ്ടിയിരുന്നില്ല, അവൾക്കത് വല്ലാത്ത വിഷമോ എന്നല്ലോ അശ്വിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുവാണ്. അശ്വിൻ അപ്പം തന്നെ താഴത്തേക്ക് പോയിട്ട് ലാവണ്യ ഫോൺ വിളിക്കുകയാണ്. സർ, എന്താ സർ എന്ന് ലാവണ്യ ചോദിക്കുമ്പോൾ, അതെ, ഞാൻ വീട്ടിലേക്ക് പോകുവാണ്, നീ ശ്രുതിയുടെ കൂടെ ഇവിടെ വണ്ടിയും പിടിച്ച് വന്നാൽ മതി, അതെന്തിനാ ഇത്ര പെട്ടെന്ന് പോണത്, എൻ്റെ മൈൻഡ് എന്തോ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ വളരെ വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോകുക കേട്ടോ. എന്തായാലും തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ കാണിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.